അടുത്തിടയ്ക്കാണ് പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത്. കാരണം മോഹൻലാലിന്റെ മാനറിസം കാണിച്ചതുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാകാൻ കാരണം. ആരാധകർ തന്നെ ഏറ്റെടുക്കുകയുണ്ടായി. മോഹൻലാലിന്റെ തോള് തെരിഞ്ഞുള്ള നടത്തം അത് എന്നും പ്രേക്ഷകർക്ക് ഒരു വലിയ കൗതുകം തന്നെയാണ്. മോഹൻലാലിന്റെ മാനറിസങ്ങളിൽ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും. അത് മോഹൻലാലിന്റെ ഒരു ട്രേഡ് മാർക്കാണ്. അതേ കാര്യം പൃഥ്വിരാജും ചെയ്തപ്പോൾ ആരാധകർ വലിയ കൗതുകത്തോടെ നോക്കി. ഒരു തോളൊക്കെ ചരിച്ച് ഒരു സ്ലോ മോഷനിൽ നടന്നു വരുന്ന പൃഥ്വിരാജിന്റെ മാസ് നടത്തമൊക്കെ ആരാധകർ ഏറ്റെടുത്തു. മോഹൻലാലിനൊപ്പം കുറച്ചു ദിവസങ്ങൾ സംവിധാനം ചെയ്തപ്പോഴേ ഇങ്ങനെ മാറിയല്ലോ എന്ന രീതിയിലായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞത്. എന്നാൽ മോഹൻലാലിന്റെ ഇൻഫ്ലുവൻസ് അത് പൃഥ്വിരാജിലും ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഷാജോണും വ്യക്തമാക്കുന്നുണ്ട്. ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റെ ഇൻഫ്ലുവൻസ് പൃഥ്വിരാജിലും ഉണ്ടായിട്ടുണ്ടെന്നും ഷാജോൺ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവച്ചു. പൃഥ്വിരാജിനെ വെച്ച് സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണല്ലോ ഷാജോൺ. ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് ബ്രദേഴ്സ് ഡേയിൽ അഭിനയിക്കാൻ വന്നപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് നടനും സംവിധായകനുമായ കലാഭവൻ ഷാജോൺ. പൃഥ്വിരാജ് ലൂസിഫർ കഴിഞ്ഞിട്ടാണ് തന്റെ പടത്തിലേക്ക് വരുന്നതെന്നും നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം കൃത്യമായി ചെയ്തുവെന്നും ഷാജോൺ പറയുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ ഗംഭീര വാക്കുകൾ വലിയ രീതിയിൽ വൈറലാകുകയാണ് ഇപ്പോൾ. രാജു ലൂസിഫർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിലേക്ക് വരുന്നത്. നൈറ്റ് ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് 5 മണി വരെയൊക്കെ ഷൂട്ട് നീണ്ടുപോയിട്ടുണ്ട്. രാത്രി 10:30 ഷൂട്ടിന് വന്നിട്ട് ഫുൾ ഫൈറ്റ് സീനൊക്കെ മഴയായിട്ട് രാവിലെ 5 മണിയാവുമ്പോൾ പോകും. രാജു ഇന്നൊന്ന് വരണം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, വൈകിട്ട് എപ്പോഴാ ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയാറുള്ളത്. നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള പരിപാടിയല്ല ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാജുവിനോട് ചോദിച്ചു, ഇതെന്താണ് ആരോടും ഒരു ദേഷ്യവുമില്ലാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ചേട്ടാ, മോഹൻലാലിനെ പോലൊരു നടൻ എന്റെ ലൊക്കേഷനിൽ വന്ന് കാണിച്ചിട്ട് പോയത് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അതുപോലൊരു മനുഷ്യൻ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞാനൊക്കെ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ലാലേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ്. അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് രാജുവിന് ലൂസിഫറിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാനും ലിസ്റ്റിനും രാജുവുമുള്ള ഇന്റർവ്യൂവിലൊക്കെ രാജു ഒരുപാട് തമാശ പറഞ്ഞിരുന്നു. ആ സമയത്ത് അത് ഏറെ വൈറലായിരുന്നു. രാജുവിന്റെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. കമന്റിൽ ഒരുപാട് പേർ പറഞ്ഞിരുന്നു രാജു ഒരുപാട് മാറിയല്ലോ എന്ന്. അതിൽ ലാലേട്ടന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. കലാഭവൻ ഷാജോൺ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ.